ഇവിടെ ഞാനിപ്പോൾ ഈ ഡോക്ടേഴ്സ് വിത്ത് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ 3 ഡോക്ടേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഇൻട്രൊഡ്യൂസിങ് ഡോക്ടർ അർഷ ഫർഹാന. 2013-16 യൂണിവേഴ്സലിൽ പഠിച്ചിരുന്നു. 2 വർഷം ഗോയിങ് ബാച്ചിൽ. അങ്ങനെ ഗോയിങ് ബാച്ച് പഠിച്ച് 2 വർഷം പഠിച്ചു. 2 വർഷം റിപ്പീറ്റ് ചെയ്തു. ഗവൺമെൻറ് വില്ലുപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോണ്ടിച്ചേരി അടുത്തുള്ള സ്ഥലമാണ്. അവിടുന്ന് MBBS കഴിഞ്ഞു. നൗ ഷീ ഈസ് ടൈം ഫോർ PG. ഇതൊക്കെ PGക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആശ ഫർഹാനയെ ഈ ഫംഗ്ഷനിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു സിസ്റ്റം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് പറയുന്ന പോലെ, അല്ലെങ്കിൽ മുന്നേ പോയ സീനിയേഴ്സ് ഞങ്ങളെ പോലെയുള്ള ഓരോരുത്തരും പറയുന്ന പോലെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോയാൽ മതി. അല്ലാതെ ഇരുന്ന് ട്രയൽ ആൻഡ് എറർ കളിക്കാതിരിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വർഷം പോവും. ഇനി നിങ്ങൾക്ക് ഒരുപാട് സമയങ്ങളൊന്നുമില്ല. ഒക്ടോബർ നവംബറായി. ഈ നവംബർ മുതൽ ഇനി ഒരു 6-7 മാസമുണ്ട്. ഈ സമയത്ത് പരീക്ഷണങ്ങൾ നടത്താതെ ഓൾറെഡി ഫോം ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇവിടുന്ന് എന്താണോ പറഞ്ഞു തരുന്നത് ആ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പം നിങ്ങൾ പറയും അതന്നെ ഒരുപാടുണ്ട് എന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി എവിടെ നമ്മൾ പോകുമ്പോൾ, നമ്മൾ കോളേജിൽ പോകുമ്പം ആരും നമ്മളെ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ നിനക്ക് നിന്റെ ഉദ്ദേശത്തിൽ എത്താൻ പറ്റും എന്ന് പറഞ്ഞു തരാൻ ആരും ഇനി ഉണ്ടാവൂല. അപ്പോൾ ഇത് ഫൈനൽ സ്റ്റേജ് ഓഫ് ആ ഒരു സ്പൂൺ ഫീഡിങ്ങിന്റെ ലാസ്റ്റ് ഫേസ് ആണ്. അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സ്റ്റിക്ക് ചെയ്യേണ്ട ഒറ്റ പോയിന്റേ ഉള്ളൂ. ഇരുന്നിട്ട് ട്രയൽ ആൻഡ് എറർ നോക്കാതെ, എക്സ്പെരിമെന്റ്സ് ചെയ്യാതെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. ഒരു 6-7 മാസം കഴിയുമ്പോൾ വെള്ളക്കോട്ടിട്ട് ചെത്തിട്ട് ഒരു അനാട്ടമി ഹാളിൽ കെടാവറിന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളെ സൽമാൻ പറഞ്ഞ പോലെ സങ്കല്പിക്കുക. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ പഠിച്ച 2 കുട്ടികളാണ്. ഒന്ന് ഡോക്ടർ സൽമാനുൽ ഫാരിസ്. സൽമാൻ ഇവിടെ ഗോയിങ് ബാച്ചിലുണ്ടായിരുന്നു. 2 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1 വർഷം റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS വാങ്ങി. സൽമാനെ ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബാച്ചിൽ 250 ബാച്ചിലുണ്ട് ആളുകൾ. 150 പേരും +2 കൂടെ MBBSന്റെ കയറിയ ആളുകളാണ്. അപ്പോൾ ഇത് പറ്റാത്തൊരു കാര്യമല്ല, എല്ലാവർക്കും പറ്റുന്ന. എനിക്ക് പറ്റി, ഞാൻ പറയണോ, ഞാൻ സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറത്തൊരു സംഭവമായിരുന്നു. എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് പറ്റും. നിങ്ങൾ ഓൾറെഡി ഇതൊരു നിങ്ങളൊരു ഡ്രീം നിങ്ങൾ ഫിക്സ് ആക്കിയ ആൾക്കാരാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത് നമ്മൾ ഡ്രീം, നമ്മൾ നല്ലൊരു ഫിക്സഡ് ആയിട്ടുള്ള ഡ്രീം വെക്കുക. അതിനു വേണ്ടി നമ്മൾ 100% നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. ഫാത്തിമ അലിയാസ് ഇബ എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ടുള്ളത് 1 കൊല്ലം റിപ്പീറ്റ് ചെയ്യാനാണ്. പക്ഷെ ആ റിപ്പീറ്റ് ചെയ്യാൻ ആ മോള് നന്നായി പഠിച്ചു, നല്ല മിടുക്കിയായി പഠിച്ചു. 1 വർഷം അസലായി പഠിച്ചു. അങ്ങനെ എൻട്രൻസ് വാങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. ഇപ്പോൾ MBBS പൂർത്തിയാക്കി. നമുക്ക് എല്ലാവർക്കും ഒരു ഗോൾ വേണം, ഒരു പ്രോപ്പർ പ്ലാൻ നമുക്ക് ഉണ്ടാവണം. എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ അത് നമ്മൾ തന്നെ ചെയ്യണം. അത് ബിക്കോസ് അവർ ഹാർഡ് വർക്ക് ഇസ് വാട്ട് ദാറ്റ് മാറ്റേഴ്സ്, റൈറ്റ്? അപ്പം നമ്മൾ ആ ഗോൾ സെറ്റാക്കിയിട്ട് അതിലോട്ടുള്ള ഹാർഡ് വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്തിൻ്റെ മേലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്? ഒരു പ്രോപ്പർ സ്ട്രോങ് ബേസിൻ്റെ മേലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ തിയറി സ്ട്രോങ് ആക്കുക, ഒരു പ്രോപ്പർ സ്ട്രോങ് ബേസ്. അങ്ങനത്തെ ഒരു സ്ട്രോങ് ബേസാണ് നിങ്ങൾക്ക് ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഒന്ന് തിയറി സ്ട്രോങ് ആക്കുക, ഒന്ന് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ്, അവരുടെ നോട്ട്സ് അതൊക്കെ പക്കയാക്കുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, മണ്ടത്തരങ്ങൾ നമ്മൾ കാണിക്കാം, പറ്റിയെന്ന് വരാം. പക്ഷെ ആ വീണോടത്ത് കിടന്നിട്ട് ഇനി പോയി തീർന്ന് ഫിനിഷ്ഡ് എന്നുള്ളതല്ല, എത്ര വട്ടം വീണെന്നുള്ളതല്ല,
എത്ര വട്ടം വീണെന്നുള്ളൊരു വിഷയമല്ല, വീണോടത്തുനിന്ന് എത്ര എഫക്റ്റീവായിട്ട് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ അതിനെ ഇല്ലാതാക്കുന്നത്, വീണത് വിദ്യയാക്കുന്നത് എന്നതാണ് പ്രധാനം. അപ്പോൾ ദിസ് ഈസ് ആപ്റ്റ് ടൈം, ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ടൈമാണിപ്പോൾ. പക്ഷെ ആ ഒരു ഇമ്പോർട്ടൻസ് ചിലരെങ്കിലും ഓർക്കുന്നില്ല.